വചനത്തിൽ നമ്മൾ കേട്ടു സോളമൻ്റെ ഒരു കുമ്പസാരം. എന്താ സോളമൻ പറയുന്നത്? എനിക്ക് ഇതുവരെ ഒരു കാര്യം മനസ്സിലായില്ലായിരുന്നു. എന്താ മനസ്സിലാകാതിരുന്നത്? ജ്ഞാനമാണ് സർവത്തിൻ്റെയും ജനനീയം. അത്രയും ജ്ഞാനം നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സോളമന് ഇത് മനസ്സിലാവുന്നത്. എന്നുപോലെ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ പ്രവർത്തനത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ജ്ഞാനം വേണം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് നമ്മളിവിടെ കേട്ടത്. നമ്മൾ ജ്ഞാനത്തെ ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ജ്ഞാനം നമ്മളെ ഉപയോഗിക്കുകയാണ്. ഇതൊരു പക്ഷേ ഞാൻ വീണ്ടും പല പ്രാവശ്യം പറയുമായിരിക്കും. കാരണം ഇതൊരു താക്കോല് എന്ന് പറഞ്ഞപ്പോഴാണ് ഈശോ പറഞ്ഞ ജ്ഞാനികളോട് ഈശോ പറഞ്ഞു. ലൂക്ക 11:53 ലൂക്ക 11:53 ഈശോ ഫരിസേയരോടും നിയമജ്ഞരോടും ഒരു ശാസന രൂപത്തിൽ അല്ലെങ്കിൽ വിമർശന രൂപത്തിൽ അല്ലെങ്കിൽ വളരെ വിഷമത്തോടു കൂടി ഈശോ പറഞ്ഞു, നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം. എന്താ ദുരിതം? നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ വായിച്ചെല്ലാവരും ഒന്ന് തലമുയർത്തി ഉച്ചത്തിലേറ്റ് പറഞ്ഞു വായിച്ച്. നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ താക്കോൽ സ്വന്തമാക്കി കരസ്ഥമാക്കി, എന്നാൽ നിങ്ങളോ അകത്ത് പ്രവേശിക്കുന്നില്ല, മറ്റുള്ളവരെ പ്രവേശിക്കാൻ തടസ്സപ്പെടുത്തുകയും ചെയ്യും. എന്തൊരു പ്രയാസമാണ് ഈശോയ്ക്ക്. കാരണം നിയമജ്ഞർ എന്ന് പറഞ്ഞാൽ ഈ പുസ്തകങ്ങൾ മുഴുവനും ബൈബിൾ മുഴുവനും പഠിച്ച് വളരെ ബിരുദം നേടിയിട്ടുള്ളവരാണ് അവർ. അവരെ ഇതെല്ലാം പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? ഈ ദൈവത്തിൻ്റെ ജ്ഞാനം അവർ അനുഭവിക്കുന്നതിനും അത് അവരിലൂടെ മറ്റുള്ളവർക്ക് ഒഴുകുന്നതിനും വേണ്ടിയാണ്. പക്ഷേ അവരുടെ അവസ്ഥ ഇപ്പോൾ വിജ്ഞാനത്തിൻ്റെ താക്കോൽ നിങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നു, എന്നാൽ നിങ്ങളോ അത് ഉപയോഗിക്കുന്നില്ല, മറ്റുള്ളവരെ അത് ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ലോക സുവിശേഷവൽക്കരണത്തിന് ഇത്ര താമസം? എന്തുകൊണ്ടാണ് വചന ശുശ്രൂഷകൾ അധികം നടക്കാത്തത്? എന്തുകൊണ്ടാണ് വചന ശുശ്രൂഷയ്ക്ക് ആളില്ലാത്തത്? മനസ്സിലായി? അപ്പോൾ ഇനിയും ഈ മേഖലയിൽ ഒരുപാട് പ്രകാശനത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന ഒരു കാര്യം, ഇതിപ്പോൾ ഞാൻ വിമർശിക്കുകയല്ല, എന്നാൽ എൻ്റെ ഉള്ളിൽ വർഷങ്ങളായിട്ടുള്ള ഒരു ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ബൈബിളിൽ ഇത്രയും ജ്ഞാനത്തെക്കുറിച്ച് ഉള്ള പ്രതിപാദ്യം പുസ്തകങ്ങളും ഉണ്ടായിട്ട് നമ്മൾ കൂടുന്ന ധ്യാനങ്ങളിലൊന്നും ജ്ഞാനത്തെക്കുറിച്ച് ഒരു ക്ലാസ് പോലും നമ്മൾ കേൾക്കാറില്ല? ഉണ്ടോ? എന്നാൽ നമ്മൾ ജ്ഞാനസ്നാനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. നമ്മൾ ദൈവസ്നേഹം, ഭാവം, പശ്ചാത്താപം, പരിശുദ്ധാത്മാവ്, ഇങ്ങനെ അതൊക്കെ പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ഇതിലങ്ങ് പോവുകയാണ്. ജ്ഞാനത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ പലരും വായിച്ചിട്ടില്ല. ഒരിക്കൽ ഒരു ധ്യാനത്തിൽ ഇപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷവും ആശ്വാസവും, കാരണം കുറേ സമയമുണ്ടല്ലോ കാര്യങ്ങളൊന്ന് പറയാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ 1 മണിക്കൂറിൻ്റെ ഒരു ടോക്ക് എല്ലാം 1 മണിക്കൂർ ഞാൻ ഒതുക്കി എങ്ങനെയെങ്കിലും ഓടിച്ചല്ലെങ്കിൽ പോകണ്ടില്ലേ? അതുകൊണ്ട് ആ സമയമെടുത്തിട്ട് സാക്ഷ്യം പറയുക, അനുഭവം പറയുക, സമയമെടുത്ത് നമുക്ക് വചനം പ്രഘോഷിക്കുക, സമയത്തിൻ്റെ ആ നിബന്ധന ഇല്ലാതെ നമ്മൾ പോവുകയാണ് ഇപ്പോൾ. അപ്പോൾ ഭയങ്കര ഒരു സ്വാതന്ത്ര്യമാണ് നമുക്കിപ്പോൾ. എന്നാൽ
ഒരു ധ്യാനത്തിൽ വളരെ വിദ്യാസമ്പന്നയായ ഒരു സഹോദരി ഞാൻ ഈ ജ്ഞാനത്തെക്കുറിച്ച് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഇത്രയും പറഞ്ഞ് ഏതാണ്ട് ഒരു ദിവസം മുഴുവൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. ഈ ബൈബിള് ചട്ടിയൊന്നും ഇല്ലാണ്ട് അപ്പോൾ ഇവിടെ ബൈബിളിൽ നിന്ന് എഴുതിയിട്ട് ഈ ബൈബിളും പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, തോമസ് പോൾ എവിടെയാണ് ആ ജ്ഞാനത്തിൻ്റെ പുസ്തകം കിട്ടുക? എവിടെ കിട്ടിയാലും അത് ഉടനെ വായിച്ചു കിട്ടും. ഞാൻ പറഞ്ഞു, എന്താ അറിയാ, ജ്ഞാനത്തിൻ്റെ പുസ്തകം നിന്റെ കയ്യിൽ തന്നെയാണ്. ഇതിൻ്റെ അകത്തുള്ള പുസ്തകങ്ങളെ കുറിച്ചായി പറയാൻ. ഇതിൻ്റെ അകത്ത് ജ്ഞാനത്തിൻ്റെ പുസ്തകം കൊണ്ടുവന്നത് ഇത് ബൈബിളല്ലേ. അപ്പോൾ ആദ്യം ഈ ബൈബിള് തന്നെ ജ്ഞാനത്തിൻ്റെ പുസ്തകമാണ്. എന്നാൽ അതിൻ്റെ അകത്ത് ജ്ഞാനം എന്ന ഒരു പുസ്തകമുണ്ട്. ഇത് നമ്മൾ അവരെ കളിയാക്കാനോ നമ്മൾ വലിയ ആളാവാനോ പറയണതല്ല. ഇത് ഒരു സിറ്റുവേഷനാണ്. ഈ സാഹചര്യത്തിൻ്റെ അവസ്ഥയാണ്. ഈ അവസ്ഥയെ നമ്മൾ പൊട്ടിക്കണം. ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കണം. നമ്മൾ അപ്പോൾ ജ്ഞാനത്തെക്കുറിച്ച് തന്നെയുള്ള അറിവ് സോളമൻ എന്നിട്ട് തുറന്നു പറയുന്നത് നമുക്ക് കേൾക്കാം. 7, 13, 14 വചനങ്ങളിലേക്ക് പോകാം. 7-ാം അധ്യായം ജ്ഞാനം 7-ാം അധ്യായം 13, 14 വചനങ്ങളിൽ പറയുന്നത്, കാപട്യമെന്നെ ഞാൻ ജ്ഞാനം അഭ്യസിച്ചു, വൈമനസ്യമെന്നെ അത് പങ്കുവച്ചു. ഇത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ എനിക്കറിയാം നിങ്ങളെല്ലാവരും എളിമയോടുകൂടി ഇരിക്കുകയാണ്. പിന്നെ പറയാം. പക്ഷെ മറ്റു ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ കുറേ പറഞ്ഞാൽ ആരും വരില്ല 2 വാക്ക് പറയാൻ. വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ പുറത്തിറങ്ങിയാൽ വായ അടയ്ക്കാണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ്? ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ജ്ഞാനം നമ്മളിലേക്ക് ഒഴുകുകയാണെങ്കിൽ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇത് പറഞ്ഞെല്ലാവരും ശബ്ദം ഉയർത്തി കരം ഉയർത്തി പറഞ്ഞ്, കാപട്യമെന്നെ ഞാൻ ജ്ഞാനം അഭ്യസിച്ചു, വൈമനസ്യമെന്നെ അത് പങ്കുവച്ചു. ഞാൻ അവളുടെ സമ്പത്ത് മറച്ചു വെക്കുന്നില്ല. അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു. അവരുടെ പ്രബോധനങ്ങൾ അവരെ അതിന് യോഗ്യരാക്കുന്നു. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്ക് ഒത്തവിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. അവിടുന്നാണ് ജ്ഞാനത്തെ പോലും നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും. ഇതിലേറ്റവും ആകർഷകമായൊരു വാക്ക് ആണ് ദൈവത്തിന്റെ സൗഹൃദം. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു. ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം ഏറ്റവും പ്രധാന ഒരു ഇന്റിമസിയാണ്. വളരെ ഇന്റിമേറ്റ്, വളരെ അടുത്ത ഒരു വ്യക്തി ബന്ധമാണ് ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ പ്രധാനം. നമ്മളത് മണവാളൻ മണവാട്ടി എന്ന് പറഞ്ഞപ്പോഴും കൃത്യമായില്ലേ? റാണി രാജാവും രാജ്ഞി, അല്ലെങ്കിൽ രാജകുമാരനും രാജകുമാരിയും. ബൈബിളിൽ വളരെയധികം പ്രതിപാദിക്കുന്നത് രാജാവിനെ കുറിച്ചാണ്.
ദൈവം രാജാവാണ്. ദൈവം രാജാവാണെങ്കിൽ നമ്മൾ ആരാ പറയും? നമ്മുടെ ആത്മാവ് ആരാ? നമ്മുടെ ആത്മാവ് രാജ്ഞിയാണ്, രാജകുമാരി. രാജകുമാരി സ്വർണ്ണക്കസവുടയാട ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു. വർണ്ണശബളമായ അങ്കി അണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. കന്യകമാരായ തോഴിമാർ അവൾക്ക് അകമ്പടി സേവിക്കുന്നു. ഈ പ്രതീകം, ഇത് പ്രതീകത്തെക്കാൾ ഉപരി സത്യമാണിത്. ഇപ്പൊ ഞാനിങ്ങനെ ഒരുപാട് അവിടെ നിന്ന് ഇവിടുന്ന് ഓടിച്ചാടി പോണമായിട്ട് നിങ്ങൾ കാണുന്നില്ല. എനിക്ക് അറിഞ്ഞോട് ഇത് കണ്ട് ഇപ്പൊ എസ്തർ രാജ്ഞിയുടെ കാര്യമാണ് വരുന്നത്. എസ്തർ രാജ്ഞി രാജാവിൻ്റെ അടുത്തേക്ക് പോകാൻ പേടിച്ചിരിക്കുക. എന്താ? നിയമം പ്രകാരം രാജാവ് വിളിക്കാണ്ട് രാജസന്നിധിയിലേക്ക് ചെന്നാൽ ശിക്ഷയാണ്. എന്താ ശിക്ഷ? വധശിക്ഷയാണ്. രാജാവ് അത് സ്വീകരിക്കുന്ന, രാജാവ് അത് അംഗീകരിക്കുകയാണെങ്കിൽ രാജാവ് വടി നീട്ടി അത് അംഗീകരിക്കും. അല്ലെങ്കിലോ ഇമ്മീഡിയറ്റ് എക്സിക്യൂഷൻ. ആ നിയമം ഉണ്ടായിരിക്കെ തൻ്റെ ജനതയ്ക്ക് വേണ്ടി, തൻ്റെ ജനതയെ രക്ഷിക്കാൻ വേണ്ടി എസ്തർ എല്ലാവരോടും പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചോ, ഞാനും അങ്ങനെ പ്രാർത്ഥിക്കാം. എന്നിട്ട് ഞാൻ ഈ നിയമത്തെ ലംഘിച്ചുകൊണ്ട് രാജാവിൻ്റെ അടുത്തേക്ക് പോകാൻ തയ്യാറാണ്. പേടിച്ച് വിറച്ചിട്ടാണ് പാവം രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നത്. ആ മുഖം ദർശിച്ചപ്പോൾ ഉടനെ മോഹാത്സ്യപ്പെട്ട് വീണു. രാജാവ് പറഞ്ഞു, നീ എന്തിനാ പേടിക്കണേ? നീ രാജ്ഞിയാണ്, ഈ നിയമം നിനക്ക് ബാധകമല്ല. രാജാവിന് മനസ്സിലായി അപ്പോൾ എന്തുകൊണ്ടാണ് മോഹാത്സ്യപ്പെടുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയും ഭയപ്പെടുന്നത് രാജ്ഞി? കാരണം നിയമം രാജസന്നിധിയിൽ വിളിക്കാതെ ചെല്ലുന്നവൻ വധിക്കപ്പെടും. പക്ഷെ രാജ്ഞിക്ക് ഈ നിയമം ബാധകമല്ല. ഇത് വലിയ ഒരു കാര്യമാണ് ഇത് പറയണത്. നമ്മൾ യേശുക്രിസ്തുവിലൂടെ യേശുവിൻ്റെ രാജ്യത്വം നൽകിക്കൊണ്ട് നമ്മുടെ ആത്മാവ് രാജസന്നിധിയിൽ അണിഞ്ഞൊരുങ്ങി വരുന്ന രാജ്യമാരാക്കി മാറ്റപ്പെട്ടിരിക്കുന്നു. ഏത് നിയമത്തിന് ഇത് നമ്മളെ തടുക്കാൻ പറ്റും? രാജകുമാരി സ്വർണ്ണക്കച്ചയുടയാട ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു. വർണ്ണശബളമായ അങ്കി അണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. ഇതിനി പിന്നീട് നമ്മൾ കരുണയെക്കുറിച്ചും പാപത്തിൻ്റെ വേറെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് പറഞ്ഞു വന്നത് ദൈവത്തിൻ്റെ ആത്മസുഹൃത്തുക്കൾ, ഉറ്റ സുഹൃത്തുക്കൾ, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ആണ് നമ്മൾ. ഒരു ശക്തിക്കും ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റാൻ സാധ്യമല്ല. ഒരു ശക്തിക്കും രാജാവിനെ ഈ രാജ്ഞിയിൽ നിന്ന് അകറ്റാൻ സാധ്യമല്ല. ഒരു ശക്തിക്കും ഈ രാജ്ഞിയെ രാജാവിൽ നിന്ന് അകറ്റാൻ സാധ്യമല്ല. നീ എന്റേതാണ്, നീ എന്റേതാണ്, നിന്നെ ഞാൻ എൻ്റെ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ളതാണ്, നീ എൻ്റെ ജീവന്റെ ജീവനാണ്. ഇതാണ് ആ സ്വരം, ആ സ്നേഹത്തിന്റെ സ്വരം. പക്ഷെ ഇത് മനസ്സിലാക്കുന്നുണ്ടോ നമ്മൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നതും എന്തിനെ കുറിച്ചാണ് നമ്മൾ തെറ്റായി ചിന്തിക്കുന്നത്? ഇവിടെയാണ് ആ 10 കന്യകമാരുടെ ഉപമ ആയിട്ട് കണക്ട് ചെയ്യേണ്ടത്. ജ്ഞാനത്തെ കുറിച്ചല്ലേ അവിടെ വിഷയം.
10 virgins. 5 പേർ ജ്ഞാനവതികളായിരുന്നു, വിവേകവതികളായിരുന്നു. മറ്റ് 5 പേർ വിവേകശൂന്യരായിരുന്നു. ഈ വിവേകവതികളായ 5 പേർ വിളക്കിൽ എണ്ണ കരുതി വെച്ചിരുന്നു. അവർ കൃത്യസമയത്ത് മണവാളന്റെ മണിയറയിലേക്ക് പ്രവേശിച്ചു. വീണ്ടും ആ ഒരു പ്രേമബന്ധത്തെ കുറിച്ചാണല്ലോ, ഒരു ഇന്റിമസി ആണല്ലോ അവിടെ വരുന്നത്. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു എന്നതിൻ്റെ ഒരു സിംബോളിസമാണത്. അതിനുശേഷം മറ്റ് 5 വിവേകശൂന്യരായ ആ 5 കന്യകമാർ വന്ന് അവർ കഷ്ടപ്പെട്ട് എണ്ണയൊക്കെ മേടിച്ച് കുറച്ച് സമയമൊക്കെ ആയി ഒന്ന് മുട്ടി വളരെ പ്രതീക്ഷയോടെ. അപ്പൊ അവർക്ക് എന്താ ഉത്തരം കിട്ടിയത്? ഞാൻ നിങ്ങളെ അറിയില്ലല്ലോ. ആരാ ഈ പാതിരിക്ക് മുട്ടണേ? ഞാൻ നിങ്ങളെ അറിയില്ലല്ലോ. എന്താ അതിൻ്റെ അർത്ഥം? എവിടെ കരുണാസമ്പന്നനായ ദൈവം? എന്താ അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്? ഇവിടെ മനസ്സിലാക്കേണ്ടത് ദൈവം അനന്ത ജ്ഞാനമാണ്. ഈ ദൈവത്തിൻ്റെ ജ്ഞാനം, ഈ ജ്ഞാനം തന്നെയായ ദൈവവുമായിട്ട് ഒരു സുഹൃബന്ധത്തിലേക്ക്, സൗഹൃദത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരല്പമെങ്കിലും ജ്ഞാനം വേണം, ഇല്ലേ? ഇപ്പോൾ ഇത് ഈ എൻ്റെ ഇടതുവശം അജ്ഞാനവതികളായ കന്യകമാരാണ്. അവർ ജ്ഞാനം ഉണ്ടായിരുന്നില്ലെങ്കിലും അവരുടെ ആ ഉറ്റുനോട്ടം ദൈവമാവുന്ന ജ്ഞാനത്തിലേക്കാണ്. അങ്ങനെ അവർ സാവധാനം ആ ജ്ഞാനം സ്വീകരിച്ചു അവർ എങ്ങനെ വന്നു? ദൈവമായിട്ടുള്ള ഒരു സുഹൃബന്ധത്തിലേക്ക് വന്നു. പക്ഷേ മറ്റ് കന്യകമാർ അവർ ആ ജ്ഞാനം തേടാതെ അവരുടെ സ്വന്തം ജ്ഞാനത്തിൽ നിലനിന്നപ്പോൾ കണ്ടോ, ഭയങ്കര വ്യത്യാസം കണ്ടോ? അവരുടെ നില ഇങ്ങനെ വളരെ താഴ്മയാണ്, എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനം ഉയർന്നു നിൽക്കുന്നു. ഇപ്പൊ ഇത് തമ്മിലുള്ള ഈ വ്യത്യാസത്തിൽ ദൈവം പറയാണ്, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ലല്ലോ, അറിയാൻ പറ്റുന്നില്ലല്ലോ, നിങ്ങൾ എവിടെയാ? ബിക്കോസ് ദേ ആർ ഫാർ അവേ ഫ്രം ദ അണ്ടർസ്റ്റാൻഡിങ്. ദൈവത്തിൻ്റെ ബോധ്യങ്ങളുടെയും ദൈവത്തിൻ്റെ അറിവിൻ്റെയും നിലവാരത്തിന് വളരെ ദൂരെയാണ്. നമ്മൾ തന്നെ ആരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുക, നമ്മുടെ ഒരു വേവ് ലെങ്തിലെ നമ്മുടെ ഭാഷ അറിയുന്നവരും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഐക്യമുള്ളവരും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്പമെങ്കിലും സ്വീകാര്യമായിട്ടുള്ളവരും അവരുമായിട്ടല്ലേ നമുക്കൊരു സൗഹൃദം നേടാൻ പറ്റൂ. മറിച്ച് എല്ലാത്തിനും നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നമ്മൾ എതിര് പറയുകയും നമ്മൾ അങ്ങനെയുള്ളവർ വരുമ്പോഴേക്കും നമ്മൾ പതുക്കെ അവിടെ ഒഴിയും. വെറുതെ ഇങ്ങനോട് സംസാരിച്ച് പ്രശ്നം ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് മാറാം, സൗഹൃദം വരുന്നില്ല. ഇപ്പൊ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പ്രധാന ഒരു ഘടകം ഒരു സൗഹൃദ ബന്ധമാണ്. ഈശോ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, നിങ്ങൾ സുഹൃത്തുക്കളാണ്, നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. സ്നേഹിതന് വേണ്ടി സ്വന്തം ജീവൻ ബലികഴിക്കാൻ തയ്യാറാണ് ഞാൻ. സ്നേഹിതൻ. മോശ ദൈവത്തിൻ്റെ അഥവാ മോശയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് he was an intimate friend. Intimate friend. എവിടെയാ? 33:17 എക്സോഡസ്. പുറപ്പാട് 33:17. ഇംഗ്ലീഷിൽ ഒരു ബൈബിളിൽ പറയാണ്, he is my intimate friend. അതുകൊണ്ട് നീ ചോദിക്കുന്ന ഈ കാര്യവും ഞാൻ നടത്തിത്തരും, കാരണം നീ എൻ്റെ മുമ്പിൽ സംപ്രീതി. എന്താ ഇതല്ലേ 33?
കിട്ടിയോ? കറക്റ്റ്. എന്താ വായിച്ചത്? സ്നേഹിതനോട് എന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. വായിച്ചോ. എത്രയാണ് വചനം? 33:11. 11 മുതൽ വായിക്കാം. ഓക്കെ, വായിച്ചോ. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. മോശ കർത്താവിനോട് പറഞ്ഞു, ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ ആരെയാണ് എൻ്റെ കൂടെ അയക്കുക എന്നറിയിച്ചിട്ടില്ല. എന്നിട്ടും എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് അവിടുന്ന് പറയുന്നു. അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക. അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. നിന്നെ എനിക്ക് നന്നായി അറിയാം. അതാണ് പ്രധാന വചനം ഞാൻ പറഞ്ഞത്. നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. What is that in English? 17. The Lord said to Moses, I will do the very thing. I will do the very thing you asked for. That you asked. Because for you have found favor in my sight. You have found favor in my sight. എൻ്റെ ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് because you are my intimate friend. You are my intimate friend. മനസ്സിലായോ? അത് ന്യൂ അമേരിക്കൻ ബൈബിൾ, കുറച്ചുകൂടി ആധുനികമായ ട്രാൻസ്ലേഷൻ. യു ആർ മൈ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. അപ്പോൾ ഈ ദൈവവുമായിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പ്, അബ്രാഹാം ഇതുപോലെ തന്നെയായിരുന്നു, ദൈവവുമായിട്ടുള്ള ഒരു ഭയങ്കര സുഹൃത്ത് ബന്ധം. എന്ന് ഈ മോശയും അബ്രാഹവും എല്ലാം എന്തോരം പാപികളായിരുന്നോ ഇല്ലയോ? അതാണ് അതിൻ്റെ മറ്റൊരു വശം. നമ്മൾ പാപികളായിരിക്കെ ദൈവം നമ്മളെ സ്നേഹിതരായി കണക്കാക്കുകയും നമ്മളെ ഉറ്റ സ്നേഹിതരായി പരിഗണിക്കുകയും ചെയ്യും. പക്ഷേ അവിടെ ഉണ്ടാകേണ്ട ഒന്ന് ആ ദൈവവുമായിട്ടുള്ള മേ ബി വേറൊരു വിഷയം എൻ്റെ മനസ്സിൽ പോരുകയാണ്. നമ്മൾക്ക് വിശ്വാസമുണ്ട്, നമ്മുടെ വിശ്വാസം ദൈവത്തിലുണ്ട്. മറ്റൊന്ന് വേണ്ടത് ദൈവത്തിന് നമ്മളിലുള്ള വിശ്വാസം, ദൈവത്തിന് നമ്മളിലുള്ള വിശ്വസ്തത. അതിനാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 25-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനുള്ളത് എന്തെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. തുടർന്ന് ബാക്കി ഇനി എന്താ? അപ്പൊ അതിന് മുൻപുള്ള വചനം വായിച്ച് അവരിൽ വളരെ പേർ അവനിൽ വിശ്വസിച്ചു. യേശു പ്രസ്താവിച്ച വചനവും പെസഹ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട്
വളരെ പേർ അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. വളരെ പേർ അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. നമ്മളെപ്പോഴും നമുക്ക് യേശുവിനുള്ള വിശ്വാസത്തെ കുറിച്ച് ജനറൽ ആയിട്ടുള്ള പ്രീച്ചിങ്. പക്ഷേ യേശുവിന് നമ്മളിലും വിശ്വാസം ഉണ്ടാകണം. അപ്പോഴല്ലേ നമ്മൾ സ്നേഹിതരാകുള്ളൂ. നമ്മളുടെ സ്നേഹബന്ധം എന്ന് പറയുന്നതല്ലേ. ഇപ്പം നമ്മളിവിടുന്ന് ഒരാളോട് പറഞ്ഞു, ഈ 10,000 രൂപ നീ ഇന്ന ആൾക്ക് കൊണ്ടുപോയി കൊടുക്കുക, വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഇയാൾ ആ കാശ് അത് കൊടുക്കാം, ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് കൊടുക്കാം. അതിനിടയ്ക്ക് ഞാനൊന്ന് മറിക്കാം ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചാൽ നീ കാശ് കൊടുക്കാമല്ലോ. അതെനിക്ക് അന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഞാൻ കൊടുത്തേക്കാം, ഇപ്പോൾ തൽക്കാലം ചിലവായിപ്പോയി, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാം. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ഇയാളുടെ അടുത്ത് കാശ് കൊടുത്തു വിടുമോ? കൊടുത്തു വിടുമോ? എന്തുകൊണ്ടാണ്? ചെറിയ കാര്യത്തിൽ വിശ്വസ്തനല്ലാഞ്ഞതുകൊണ്ട്. അതുകൊണ്ടാണ് വലിയ ഒരു പ്രമേയം ബൈബിളിലുള്ളത്. ചെറിയ കാര്യത്തിൽ വിശ്വസ്തനാണെങ്കിൽ നിന്നെ ഞാൻ വലിയ കാര്യം ഏൽപ്പിക്കും. അപ്പോൾ സ്നേഹബന്ധത്തിൻ്റെ ഒരു വശം ഇതാണ്. ദൈവത്തിൽ നമ്മൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കുന്നതൊന്ന്, മറ്റൊന്ന് ദൈവത്തിന് നമ്മളിൽ വിശ്വാസം ഉണ്ടാകുക, അതിന് വിശ്വസ്തത എന്ന് പറയും. അപ്പോൾ നമ്മളിൽ ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. ദൈവം എന്താണ് അവിടെ ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് എന്താണ് ആഗ്രഹം, അത് ഉടനെ ചെയ്യണം. വലിയൊരു കാര്യമാണ് ദൈവത്തിന് നമ്മളിലുള്ള വിശ്വാസം. ഞാൻ പെട്ടെന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ അവസാന ഭാഗത്ത് ഒരു നല്ല രസകരമായ സംഭവം പ്രതിപാദിച്ചിട്ടുണ്ട്. ആ പാരഗ്രാഫ് 11-ാമത്തെ വചനത്തിൻ്റെ മുൻപുള്ള പാരഗ്രാഫ് തുടങ്ങി 11-ാമത്തെ വചനം ഇതിന് മുൻപുള്ള പാരഗ്രാഫ് മർക്കോസിലെ 16-ാം അധ്യായത്തിലെ ഇതെവിടെ 1-11 ഒരു 12 മുതൽ ഈ 13 10 മുതൽ വായിക്കും. അവൾ ചെന്ന് അവനോട് കൂടെ ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മർക്കോസ് 16-ാം അധ്യായം 10 മുതലുള്ള വചനം വായിക്കും. അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൾക്ക് കാണപ്പെട്ടു എന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല. ഇതിനുശേഷം അവരിൽ 2 പേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ പോയി ബാക്കിയുള്ളവരെ വിവരം അറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. അപ്പോസ്തലന്മാർ ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് 2 കൂട്ടർ പറഞ്ഞിട്ടും അവർ വിശ്വസിച്ചില്ല. തുടർന്ന് പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാതിരുന്നത് മൂലം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. കേട്ടോ, ഇപ്പോൾ സാധാരണഗതിയിൽ എന്താ ചെയ്യേണ്ടത്? ഇവരെല്ലാവരും ഡിസ്മിസ് ചെയ്യണ്ടേ? നിങ്ങൾ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. കാരണം ഇത്രയും ഞാൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ട്, മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കണ്ട ആളുകൾ പറഞ്ഞിട്ടും നിങ്ങൾ വിശ്വസിച്ചില്ല. അവരുടെ ഹൃദയകാഠിന്യത്തെയും വിശ്വാസരാഹിത്യത്തെയും അവൻ കുറ്റപ്പെടുത്തിയാണ്. പക്ഷേ എങ്കിലും കർത്താവിന് അവരിൽ വിശ്വാസം ഉണ്ടായിരുന്നു. കണ്ടോ, അടുത്ത വചനം വായിച്ച്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഇവരെയാണ് എന്നിട്ട് സുവിശേഷ വേലയ്ക്ക് അയച്ചത്. അപ്പോൾ അവരുടെ
അവർക്ക് വിശ്വാസമില്ലെങ്കിലും അത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ വിശ്വാസം എന്ന ദാനം അവർക്ക് കിട്ടുമ്പോൾ ശരിയാവും. പക്ഷെ ഇവർക്ക് വിശ്വസ്തത ഉണ്ടായിരുന്നു. അവർക്ക് വിശ്വാസമില്ലെങ്കിലും അവർക്ക് വിശ്വസ്തത ഉണ്ടായിരുന്നുകൊണ്ടല്ലേ അവരപ്പോഴും അവിടെ കൂടി നിൽക്കുന്നത്. അത് വലിയൊരു കാര്യമല്ലേ? മനസ്സിലായോ? വിശ്വാസം ഇല്ലാതിരുന്നിട്ടും അവരുടെ വിശ്വാസരാഹിത്യത്തെ അവൻ കുറ്റപ്പെടുത്തുകയും ഹൃദയ കാഠിന്യത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം എന്താ പറയണേ? നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുക. കാരണം അവരുടെ ആ ഇന്റിമസി കർത്താവിന് അവരിഷ്ടമായി, അവരെ സ്നേഹമായി. ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെയാണ് 3-ാം അധ്യായത്തിലല്ലേ, അത് 3-ാം അധ്യായം 14-ാമത്തെ വചനത്തിലാണ് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടാണ്? എന്ത് കണ്ടീഷനായിരുന്നു അവൻ അവരെ തിരഞ്ഞെടുത്തത്? തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ അവരെ നിയോഗിച്ചു. അതിനു മുമ്പ് എന്തോ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ടല്ലോ. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. തനിക്ക് ഇഷ്ടമുള്ളവരെ. ഈ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മോളുടെ കല്യാണ കാര്യമൊക്കെ ആലോചിക്കുന്ന നേരത്ത് അല്ലെങ്കിൽ മോനായാലും ചോദിക്കും, എന്തായി പെണ്ണ് കണ്ടു കഴിഞ്ഞിട്ട്? എനിക്ക് ഇഷ്ടമായി. അപ്പൊ ഇഷ്ടം എന്ന വാക്കിന് ഭയങ്കര അർത്ഥമുണ്ടില്ലേ? ഇഷ്ടം എന്ന് പറഞ്ഞാൽ വലിയ ഒരു ബന്ധുതയിലേക്ക്, ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇവ പ്രവേശിക്കാൻ പോവുകയാണ്. വെറുതെ ഇഷ്ടം എന്നല്ല പറയുന്നത്, തനിക്ക് ഇഷ്ടമുള്ളത്. ആ ഇഷ്ടം അവൻ്റെ ഗുണം കൊണ്ടോ അവൻ്റെ വിശ്വാസം കൊണ്ടോ ഒന്നുമല്ല. ഇഷ്ടം. ഇതെല്ലാം ഞാൻ പറയുന്നത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലാണ്. നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട്, ദൈവത്തെ പേടിച്ച്, ദൈവം ഏതാണ്ട് പോലീസുകാരൻ്റെ മാതിരി നമ്മളെ പുറകെ നടക്കുന്ന മാതിരി ഒന്നും അല്ല ദൈവത്തെ കാണേണ്ടത്. ദൈവം നമ്മുടെ ഏറ്റവും ആത്മാർത്ഥ ഒരു സുഹൃത്താണ്, നമ്മുടെ മണവാളനാണ്. മണവാളനും മണവാട്ടിയും പോലെയുള്ള ബന്ധമാണ്. അപ്പോൾ ആ രീതിയിലാണ് ഈ സുവിശേഷത്തിലെ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ പ്രേമഗീതം അല്ലെങ്കിൽ സ്നേഹഗീതം ഇതെല്ലാം വായിക്കേണ്ടത്. അത് മുഴുവനും ഒരു റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയറാണ് കാണിച്ചിരിക്കുന്നത്. എൻ്റെ പ്രാണസഖി, നീ എൻ്റെ അകത്തേക്ക് വാ, നിന്നെ ഞാനൊന്ന് ചുംബിക്കട്ടെ. ഈ ചുംബനം എന്നെല്ലാം അവിടെ അർത്ഥമാക്കുന്നത് എൻ്റെ അധരത്തിൻ്റെ ശബ്ദമാണ്. ദൈവം തൻ്റെ അധരത്തിലൂടെയാണ് മനുഷ്യനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ എല്ലാം ഭയങ്കര അർത്ഥമാണത്. അപ്പം അവിടെ സോളമൻ പറഞ്ഞു വരുന്നത്, ഞാൻ സിദ്ധിച്ചവൾ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. ഇത് വലിയ ഒരു കാര്യമാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഈ അധ്യായം വായിക്കുന്നതാണ്. രാവിലെ എഴുന്നേറ്റാൽ ആദ്യം 4 മണിക്ക് തന്നെ ഇതാ വായിക്കണം. ഇപ്പോൾ നമ്മുടെ കൂടെ ഇപ്പം ഞാൻ വിയന്നയിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ എല്ലാവരും ടീം മെമ്പേഴ്സൊക്കെ എഴുതിക്കും. എന്നിട്ട് എൻ്റെ അടുത്ത് വരും 4 മണിക്ക്. ഇപ്പം ഈ ഇടയ്ക്ക് വേറെ ചില ആളുകൾ പുറത്തുനിന്ന് വരികയാണ് 4 മണിക്ക് ഈ പ്രാർത്ഥനയിൽ കൂടാൻ വേണ്ടി. വേറെ ചിലർ തലേദിവസം വന്ന് അവിടെ കിടക്കുകയാണ്. 4 മണിക്ക് ബ്രദറിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഒരിക്കലൊരു ധ്യാന കേന്ദ്രത്തിൽ ഒരു അച്ഛൻ വിളിച്ച് ചോദിച്ചു, ധ്യാനത്തിന് ഞാൻ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. 4 മണിക്ക് തോമസ് പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു കേട്ടിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ അനുവാദമുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞ് അത് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. അച്ഛന്
എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ 4 മണി മുതൽ 7 മണി വരെയാണ് എൻ്റെ പേഴ്സണൽ പ്രയർ. ആ 3 മണിക്കൂറും അദ്ദേഹം മുട്ടിന്മേൽ തന്നെ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, അച്ഛൻ ഇരിക്കില്ല, ഇതൊരു വലിയ സംഭവമാണെന്ന് അവർ പറയുന്നത്. ഒന്നാമത്തെ 4 മണിക്ക് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് തന്നെ, അതും എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയത്. ഞാനിപ്പോൾ വലിയ ആളായിട്ടൊന്നും അല്ല, എന്നാലും അങ്ങനെ അവർക്ക് തോന്നുന്നു. അപ്പോൾ ആ പ്രാർത്ഥന എന്നെ ഏറ്റവും ആകർഷിക്കുന്നത്, എന്നെ അതിന് പ്രചോദിപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയുടെ പ്രശ്നം, നമുക്ക് പ്രാർത്ഥനയൊക്കെ നല്ലതാണെന്നറിയാം, പക്ഷെ രാവിലെ എണീക്കാൻ പറ്റണില്ല. ഈ സമയത്ത് തന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ പോലെ. പക്ഷെ അവിടെ എനിക്ക് തരുന്ന ഒരു ട്രിഗറിങ് പോയിന്റ് ജ്ഞാനം 6:14. ജ്ഞാനം 6:14 എന്താ പറയുന്നത്? വായിച്ച്. പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിൽക്കൽ കാത്തു നിൽപ്പുണ്ട്. ഇപ്പൊ നമ്മളെ ഒരാൾ കാത്തു നിൽക്കണമെന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര അർജന്റായില്ലേ? അവിടെ നിൽക്കട്ടെ എന്ന് പറയുമോ? നമ്മൾ ഒരാൾ നമ്മളെ കാത്തു നിൽക്കുകയാണ്. ആരാണ് അവളെ അയച്ചിരിക്കുന്നത്? ദൈവപിതാവ് തന്നെ തൻ്റെ ഏറ്റവും സുഹൃത്തായ തോമസ് പോളിന് അയച്ചിരിക്കുകയാണ്. എന്തിനയച്ചിരിക്കുന്നത്? അവൻ വല്ല വിഡ്ഢിത്തരം ചെയ്യണേക്ക് മുമ്പ് അവന് ഞാൻ കൊടുക്കാം. ഇതല്ലേ പ്രശ്നം? നമ്മൾ എന്ത് ചെയ്തു പോകുന്നു? നമ്മൾ പ്രാർത്ഥിക്കാതെ വീടിന് പുറത്തിറങ്ങിയാൽ ഉടനെ എന്തെങ്കിലും വിഡ്ഢിത്തരം ചെയ്യും, പിന്നെ അന്ന് പണിയായി. അതുകൊണ്ടാണ് പല വിശുദ്ധരും പ്രാർത്ഥിക്കാതെ മുറിയിൽ നിന്ന് അവർ ഇറങ്ങുകയുണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ ഒരു പ്രശ്നമായിരിക്കുന്നത്, ഈ പ്രാർത്ഥന സമയത്ത് മറ്റു പലരും വന്നിരിക്കുമ്പോൾ തന്നെ ഞാൻ ചില വിഡ്ഢിത്തരം പറയാൻ തുടങ്ങാറുണ്ട്. ഇത്രയും ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മളത് പറഞ്ഞു പോകും. അത് കഴിയുമ്പോൾ അയ്യോ പറയണ്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ കുറെ കൂടി കണിശമാക്കി, ഒന്നും സംസാരിക്കില്ല. ആ സമയത്ത് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യാം. വേറെ സംസാരം